ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ പറയാൻ പോകുന്നത് FC മൊബൈലിൽ വരാൻ പോകുന്ന ആനിവേഴ്സറിയിൽ 4th വീക്കിലെ പ്ലേയേഴ്സ് വരാൻ പോകുന്ന പ്ലേയേഴ്സ് പ്രഡിക്ഷനാണ്. 99% ഈ വരാൻ പോകുന്ന പ്ലേയേഴ്സിൻ്റെ പ്രഡിക്ഷനാണ് പറയാൻ പോകുന്നത്. പിന്നെ അതുപോലെ കോൺമോബിൾ ഡെപ്റ്റേഴ്സ് എന്ന ഇവന്റിൻ്റെയും പ്രഡിക്ഷനും കൂടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കേൾക്കാം. അപ്പം ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന പ്ലേയേഴ്സൊക്കെയാണ് നമുക്കധികം സാധ്യതയുള്ളത് അടുത്ത 4th വീക്കിൽ ആനിവേഴ്സറി വരാൻ സാധ്യതയുള്ള പ്ലേയേഴ്സ്. അപ്പം എല്ലാവരും വീഡിയോ കാണുമ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പം ഇത് ഇനി വരാൻ ഏറ്റവും സാധ്യത 113 റൈറ്റഡുള്ള റാഫിനയുടെ കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ് വിങ് ബ്രസീലിലെ ബാർസലോണത്തെ കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ നമുക്ക് 113 റൈറ്റഡുള്ള CDM ഗിൽബർട്ടോ സിൽവ എന്ന ഐക്കോണിക് കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് രണ്ടും നമുക്ക് ഏകദേശം കുറേ ഉറപ്പായ ഒരു കാർഡാണ്. പിന്നെ 112 ക്യാം മുള്ളർ നമുക്ക് പ്രതീക്ഷിക്കാം. മുള്ളറുടെ പുതിയ ക്ലബ്ബത്തെ കാർഡാണ്. പുതിയ ക്ലബ്ബത്തെ കാർഡ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ റൈറ്റിംഗ് ആയിട്ട് വരുന്നത്. ഇതുവരെ പഴമണിക്കത്തെ കാർഡല്ല വരുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നത് MLS ഒരു കാർഡ്. പിന്നെ റാഷ്ഫോർഡിൻ്റെ 112 കാർഡാണ്. റാഷ്ഫോർഡിൻ്റെ ചിലപ്പോൾ ഈ 112 വരും, ചിലപ്പോൾ 113 റാഷ്ഫോർഡിൻ്റെ കാർഡും വരാൻ സാധ്യതയുണ്ട്. റാഷ്ഫോർഡിൻ്റെ കാർഡ് വരാൻ സാധ്യതയുണ്ട്. ഈ 112 വരുന്നത് 113 വരും. അധികം 112 സാധ്യത കൂട്ടി. 112 ലെഫ്റ്റ് വിങ് ബാർസലോണത്തെ കാർഡായിരിക്കും വരിക. പിന്നെ 111 റൈറ്റ് മിഡ്ഫീൽഡർ കുഡൂസിൻ്റെ കാർഡ് വരുന്നുണ്ട്. ടോട്ടൻഹാമിൻ്റെ 111 ലെഫ്റ്റ് വിങ് മാത്വസ് കുൻഹ എന്ന് പറഞ്ഞ പ്ലെയറിന് കാർഡ് വരുന്നുണ്ട്. അത് യുണൈറ്റഡിൻ്റെ കാർഡാണ്. അത് ഇത് വരെ പ്ലേയേഴ്സിലേക്ക് അധികം നമുക്ക് ഉറപ്പിക്കാം. പിന്നെ 112 CDM സുബിമെൻറ്റിൻ്റെ ഒരു കാർഡ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വേറെ നമുക്കത് പ്രതീക്ഷിക്കും. 112 അല്ലെങ്കിൽ 111 ആയിരിക്കും സുബിമെൻറ്റി വരാൻ സാധ്യത. സുബിമെൻറ്റി വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ 112 CB ബ്രമർ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം. അത്ര ഇതിൽ ഉറപ്പിക്കാൻ കഴിയില്ല, വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ 111 ക്യാം എസ് ഈ ആർസണലത്തെ ആദ്യത്തെ എസിൻ്റെ കാർഡാണ്. ഇതുവരെ സിറ്റിൻ്റെ കാർഡ് വരുന്നത്. ഇത്ര വലിയ റൈറ്റിൻ്റെ ആദ്യത്തെ കാർഡ് വരുന്നത്. ഏകദേശം 112 പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 110 പ്രതീക്ഷിക്കാം. ഇത് 112 ഉണ്ടാവും, അല്ലെങ്കിൽ 110 അല്ലെങ്കിൽ ഈ നമ്മളെ ഏറ്റവും പ്രതീക്ഷ സാധ്യതയുള്ള 111 ഉണ്ടാകും. പിന്നെ നമുക്ക് നോക്കാം 111 SC ജാവോ ഫെലിക്സ് അലനാസിൻ്റെ ആദ്യത്തെ കാർഡാണ് ജാവോ ഫെലിക്സിൻ്റെ. അപ്പോൾ നമുക്കിത് ഏറെ പ്രതീക്ഷിക്കാം. ജാവോ ഫെലിക്സ് അൽനാസറിൻ്റെ കാർഡ് ആദ്യമായിട്ടാണ് വരുന്നത്. അത് ഇത്ര വലിയ റൈറ്റിംഗ് ആണ്. 111 ഒരു കാർഡാണ്. അപ്പോൾ കുറേ പ്ലേയേഴ്സിനാണ് ആദ്യമായിട്ട് അവരുടെ പുതിയ ക്ലബ്ബത്തെ കാർഡുകൾ വരികയാണ്. അപ്പോൾ അതിനും കൂടി ആകുമ്പോൾ വരാൻ സാധ്യത ഏറെയാണ് ആ പ്ലേയേഴ്സിനൊക്കെ. 111 ജാവോ ഫെലിക്സ് ST. അത് ഈ ജാവോ ഫെലിക്സ് ചിലപ്പോൾ 110 അധികം സാധ്യത 111 തന്നെയാണ്. ഒരു മീഡിയം വേണമെങ്കിൽ പറയാം. ജാവോ ഫെലിക്സ് നല്ലൊരു കളിയാണ് ഇപ്പോൾ കളിക്കുന്നത് നസറിന് വേണ്ടി. പിന്നെ 110 RB വൈറ്റ് ആർസണലിലത്തെ ഒരു പ്ലെയർ വരാൻ സാധ്യതയുണ്ട്. 110 CB ബയർ ലെവർകുസന്റെ പ്ലെയറാണ് ബുണ്ടസ്ലീഗയിലെ. അപ്പോൾ അതും നമ്മൾ പ്രതീക്ഷിക്കാം. പിന്നെ 110 ക്യാമും റംസി ന്യൂകാസ്റ്റൽ പ്ലെയറാണ്. നമുക്ക് അത്ര ഉറപ്പില്ല. കാരണം 108, 109, 110 ചിലപ്പോൾ 107 റൈറ്റിംഗ്, ഈ 4 റൈറ്റിങ്ങിലും വരാൻ സാധ്യത. ക്യാപ്റ്റൻ ഒന്നും കൂടി നമ്മൾ പ്രതീക്ഷിക്കാം. 109, 108 ഇതിലുള്ള 110 അധികം പറയുന്നത്. നോക്കാം, പ്രതീക്ഷിക്കാം. അധികം 110 110 ST പിന്നെ വരുന്നുണ്ട് ജിംനസ്. മെക്സിക്കോത്തെ പ്രീമിയർ ലീഗ് ക്ലബ്ബിലത്തെ ഒരു കാർഡാണ്. അപ്പം അത് ജിംനസിൻ്റെ കാർഡ് നമുക്ക് ഇതിലും ദിവാലിൻ്റെ ഇവൻ്റ് വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ജിംനസിൻ്റെ കാർഡ് വരാൻ സാധ്യത. അപ്പം ഇതിൻ്റെ രീതിയിൽ ചിലപ്പോൾ വരികയുള്ളൂ ജിംനസിൻ്റെ കാർഡ്. എന്നാലും നമുക്കൊരു 70% ഒക്കെ കൊടുക്കാം ജിംനസിൻ്റെ. 70%, 90% ഒക്കെ ജിംനസിൻ്റെ കാർഡ് കൊടുക്കാം. വരാൻ സാധ്യത ഉണ്ട്. 110 അല്ലെങ്കിൽ ചിലപ്പോൾ 111
112 വരെ ജിംനസിൻ്റെ കാർഡ്. ദീപാവലി ഇവൻറ്റിലാണ് അധികം വരാൻ സാധ്യത. ഇതിൽ നമുക്ക് 110 തന്നെ പ്രതീക്ഷിക്കുക വരികയാണെങ്കിലും ഇതിനത്ര ഉറപ്പില്ല. 70-90% ഉള്ള അങ്ങനത്തെ എന്നാലും പെർസെൻറ്റേജിലുണ്ട്. എന്നാലും നമുക്ക് അത്ര പറയാൻ കാരണം ദീപാവലി ഇവൻറ്റിൽ സ്പെഷ്യലാണ് ജിംനസിൻ്റെ കാർഡ്. അപ്പം അങ്ങനെ പിന്നെ 113 LB മാർസലോ. അതെ, കുറേ കാലത്തിന് ശേഷം മാർസലോൻ്റെ ഒരു കാർഡ് വരുന്നത്. അത് 113 ഏറ്റവും നല്ല റേറ്റിംഗുള്ള മാർസലോൻ്റെ കാർഡാണ്. ആദ്യമായിട്ടാണ് ഇപ്പോൾ FC വരുന്നത്. FC ഈ മാർസലോൻ്റെ കാർഡ് കുറേ കാലമായി നമുക്ക് FC കുറേ കളിച്ചവർക്കൊക്കെ അറിയാം. മാർസലോൻ്റെ കാർഡ് വന്നിട്ട് കുറേ ആയി. മാർസലോൻ്റെ കാർഡ് ഞാൻ അഥവാ 95-96 അങ്ങനത്തെ ഒരു റേറ്റിങ്ങിലാണ് വരുന്നത്. ഞാൻ 100ന്റെ മുകളിലുണ്ട്, 103. അല്ലാതെ ഈ 107ന്റെ മുകളിൽ അങ്ങനൊന്നും വരുന്നതില്ല മാർസലോൻ്റെ കാർഡ്. ആദ്യമായിട്ടാണ്, അതും ഒരു നല്ലൊരു ഹൈ ഓവറുള്ളൊരു കാർഡ്. പിന്നെ 113 റൊണാൾഡോ നസാരിയോ 113 SC. ഇതാണ് ഈ ഇവനിലെ മോസ്റ്റ് ബെസ്റ്റ്, ഈ വീക്കിലെ മോസ്റ്റ് ബെസ്റ്റ് പ്ലെയർ റൊണാൾഡോ നസാരിയോ ആണ്. ഇവനിലെ ബെസ്റ്റ് പ്ലെയർ. അധികം എല്ലാവരും പ്രതീക്ഷിക്കാം നമുക്ക് റൊണാൾഡോ നസാരിയോ. അധികം സാധ്യത ഏറ്റവും അധികം ഉറപ്പിച്ച റൊണാൾഡോ നസാരിയോ ആണ് അധികവും. അതാണ്. പിന്നെ നമ്മൾ കോൺഫിഡൻസ് പറഞ്ഞാൽ ഇവൻറ്റ് വരുന്നില്ലേ, വരുന്ന ആഴ്ച വേറെ സൈഡ് ഇവൻറ്റ് വരുന്നുണ്ട് ആ കപ്പിൻ്റെ കോൺഫിഡൻസ് പറഞ്ഞാൽ. അപ്പോൾ ആ ഇവൻറ്റിലും ചിലപ്പോൾ ഇവൻറ്റിൽ റൊണാൾഡോ ഈ ഇവൻറ്റ് വരില്ല, ഈ ഇവൻറ്റിൽ റൊണാൾഡോ അതിലും വരില്ല. ചിലപ്പോൾ പക്ഷേ രണ്ടിലും വരുമ്പോൾ 250 കൊടുക്കേണ്ടത് സാധ്യത അങ്ങനെ വരാൻ സാധ്യതയില്ല. പിന്നെ ഒരു ഇതിൽ 113 ചിലപ്പോൾ അതിൽ കൊടുക്കുകയാണെങ്കിൽ 110 കാര്യം കൊടുക്കുക. ഞാൻ അതിൽ ഏതെങ്കിലും ഒന്നിൽ വെക്കും, ചിലപ്പോൾ രണ്ടിൽ വരും. അതായത് ഏതെങ്കിലും ഒന്നിൽ വെക്കാൻ സാധ്യത അറിയാൻ. വെക്കുകയാണെങ്കിൽ 113 കാര്യം അധികം. പിന്നെ നമ്മൾ 113 GK കോട്ടുവ. ഇത് നമ്മൾ ഏറ്റവും അങ്ങനെ കോട്ടുവിൻ്റെ കാർഡ് വരും നമ്മൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കോട്ടുവിൻ്റെ കാർഡ് പഠിച്ചാൽ അധികം ഉറപ്പാകാൻ സാധ്യതയുണ്ട്. കോട്ടുവിൻ്റെ കാർഡ് കുറേ കാർഡ്സിന് കോട്ടുവിൻ്റെ കാർഡ് നല്ല ഹയസ്റ്റ് റൈറ്റഡ് കാർഡ് വരുന്നത് കോട്ടുവിൻ്റെ കാർഡ് നല്ലൊരു കാർഡായിരിക്കും. അതും ഇത് ഗോൾ കീപ്പർ എന്ന റോളിൽ ഇപ്പോൾ യാസിനെയൊക്കെ ബാൽഡോർ ഇവൻ്റ്. പക്ഷേ ആനിവേഴ്സറി ഇവൻ്റ് നോക്കുമ്പോൾ അലിസന്നെ അത്ര റൈറ്റിംഗ് കുറവാണെങ്കിൽ അലിസൻ്റെ അത്ര ഇത് പോകുന്ന പ്ലേയേഴ്സ് അങ്ങനെ തോന്നുന്നില്ല. കോട്ടുവ എൻ്റെ രീതിയിൽ നല്ലതാണ്. ആ ഡൊണാർമ ഉണ്ട് വേറെ, അത് അമ്മ അതിന് ഈ വീക്കിലൊക്കെ നോക്കുമ്പം ഡൊണാർമ കഴിഞ്ഞാലും കോട്ടുവേനെ വരുന്നുണ്ട്. കോട്ടുവ നല്ലൊരു ഇതാണ്, റൈറ്റർ നല്ലത് വരുന്നുണ്ട്. പിന്നെ റൈറ്ററൊക്കെ കോട്ടുവ കൊടുക്കുമ്പോൾ നല്ലൊരു കാര്യമാണ്. അപ്പോൾ നല്ല ഇതൊക്കെ ഉണ്ടാവും, എനിക്ക് നല്ല സ്റ്റാർട്ട്സ് ഉണ്ടാവും. പിന്നെ 112 SG ഇസാക്ക്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാം മോർലി. ഐ തിങ്ക് മോർലി 112 ഇസാക്ക് പ്രതീക്ഷിക്കാം. ചിലർ പറഞ്ഞാൽ അധികം 113 ഇസാക്കും വരാൻ സാധ്യതയുണ്ട്. SG 13 ഇസാക്കും വരാം, 112 വരാം. എൻ്റെ ഒരു 112 അധികം. ബട്ട് നമ്മൾ കുറേ ഇയറിൽ കണ്ടാൽ ഇസക്കിൻ്റെ കളി ചില പറഞ്ഞ പ്രഡിക്ഷൻ ഇല്ലാതെ ചിലപ്പോൾ അതിനാണ് കൂടുതലും വരുന്നുണ്ട്. അതായത് 113 ചിലപ്പോൾ വരാം, അങ്ങനെയും പറയാം. ഇസക്കിൻ്റെ 113 വരാം. ലിവർപൂളിൻ്റെ ആദ്യത്തെ കാർഡാണ് ഇസാക്കിൻ്റെ കാർഡിന് മുമ്പ് ന്യൂക്കാസിൻ്റെ കാർഡ് 108 ആണെന്ന് തോന്നുന്നു. അത് ഇതിന് മുമ്പ് 113 റാങ്ക് നോർമാറ്റിൻ്റെ തന്നെ ഇവൻ്റ് ഉണ്ടായിരുന്നല്ലോ. റാങ്ക് നോർത്തിന് ആ ഇവൻറ്റിലായിരുന്നു ഇസാക്കിൻ്റെ മുമ്പ് വന്നത്. ഈ ഇവൻറ്റിൽ വന്നു. ഈ ഇവൻറ്റിൽ വന്നത് പുതിയ ടീമായ ലിവർപൂൾ. ഇസാക്കിന് പുതിയ ടീമായ ലിവർപൂളത്തെ കാർഡ് ആദ്യത്തെ ഒരു കാർഡാണ്. അത് നല്ല റേറ്റിംഗാണ് കൊടുത്തിട്ടുള്ളത്. അത് ഇത് നമുക്ക് പ്രദേശം 112 113 നോക്കുകയാണെങ്കിൽ ഇവിടെ 112 തന്നെ ആയിരിക്കും വരിക. 113 വരണമെങ്കിൽ അത്ര സാധ്യതയില്ല. ഈ സെക്കൻഡ് കാർഡ് ചിലപ്പോൾ അവർ കൊടുക്കും. കാരണം നമ്മൾ ഈ സെക്കൻഡ് കാർഡ് തന്നെ ചില ഇവൻറ്റിൽ കണ്ടതാണ്. നമ്മൾ വിചാരിക്കാൻ ഈ സെക്കൻഡ് ചിലപ്പോൾ അതിൽ ചോറ് കൊടുക്കുന്നത് കൊടുക്കാം ചിലപ്പം. അപ്പോൾ നമുക്ക് അത്ര. പിന്നെ 111 ഡിയാലോ യുണൈറ്റഡ് എടുത്ത ഈ ഡിയാലോ 111 ഉള്ളത് ചിലപ്പോൾ 110 ആകാം, ചിലപ്പോൾ 112 ആകാം. ഈ 3 സംഖ്യ നമുക്ക് ഏകദേശം ഇതാക്കാം. ബട്ട് എൻ്റെ രീതിയിൽ 50% മുകളിലുള്ളത് ഡിയാലോൻ്റേത് 111 തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് 3 ഏതും പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ഇനിയും കുറച്ചും കൂടി ഏകദേശം ഒരു 50% മുതൽ 70% വരെ ഉറപ്പായ 4th വീക്ക് പ്ലേയേഴ്സാണ്. ഇതുവരെയുള്ള നമുക്ക് ഏകദേശം 90-99% വരെ ഉറപ്പായ പ്ലേയേഴ്സാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് നോക്കാനുള്ളത് 50 മുതൽ 70 വരെ ശതമാനം ഉറപ്പായ കാർഡ്സുകളാണ് നോക്കാം നമുക്ക്. അപ്പം
ഇതാണ് നമുക്ക് 50 മുതൽ 70% വരെ ഉറപ്പാണ്. ഈ ടോട്ടി 113 ക്യാം ടോട്ടി നമുക്ക് 50% വരെ പറയാൻ കഴിയില്ല. നമുക്കൊരു 75% മുതൽ 90% വരെ ടൊട്ടി വരും എന്ന് പറയാം. ടൊട്ടീൻ്റെ 113 ക്യാമിൻ്റെ കാർഡാണ് ഐക്കോണിക്. ഇപ്പോൾ ടൊട്ടീൻ്റെ കാർഡ് നമുക്ക് ആദ്യം ഏകദേശം പ്രതീക്ഷിക്കാം. ടൊട്ടീൻ്റെ കാർഡ് കഴിഞ്ഞ് ക്യാപ്റ്റൻസിൻ്റെ ഇവൻറ്റ് വന്നിരുന്നു. ക്യാപ്റ്റൻസിൻ്റെ ഇവൻറ്റിൻ്റെ കാർഡായിരുന്നു അത്. ടൊട്ടി മെയിനായ 4 പ്ലേയേഴ്സ് ഉണ്ടായില്ല ഇല്ല. അപ്പോൾ അതിലത്തെ ഒരു പ്ലെയറാണ് ടൊട്ടി. ടൊട്ടി വന്നിരുന്നപ്പം 113 ടൊട്ടി വരാം. പിന്നെ ടൊട്ടീൻ്റെ 113 തന്നെ ഞാൻ ടൊട്ടി കൊടുക്കും. ടൊട്ടിക്ക് 112 കൊടുക്കാൻ സാധ്യത കുറവാണ്. 113 തന്നെ ടൊട്ടി ഇറക്കുക. അതിൻ്റെ ഒരു ടൊട്ടി 113 തന്നെ ഇറക്കുക. അപ്പോൾ ഞാൻ അടുത്ത പ്ലെയർ നോക്കാം. ടൊട്ടിക്ക് നമുക്ക് 70%, അതിൻ്റെ 75% 99% വരെ കൊടുക്കാം. പിന്നെ വരുന്നത് 113 CV ചെല്ലീനിയാണ്. ചെല്ലീനി ഐക്കോണിക് കാർഡ്. ചെല്ലീനിൻ്റെ കാർഡ് നമുക്ക് 113 ചിലപ്പോൾ 112 ആകാം. കാരണം ചില കാർഡ് അങ്ങനെ കാണാനുണ്ട്. ചിലപ്പോൾ ചില 113, ചില 112, ചിലവർക്ക് കൊടുക്കലുണ്ട് അങ്ങനെ. അപ്പം എൻ്റെ 113 തന്നെ കാരണം ചെല്ലീൻ്റെ വരിക. കാരണം ഈ റൊണാൾഡോനെ സാറിയും പിന്നെ മറ്റേ ടൊട്ടിയും ക്യാമും വന്നു. അപ്പോൾ ഒരു സെൻട്രൽ ബാക്ക്, ഒരു ഡിഫൻസീവ് പൊസിഷനുള്ള ഒരു പ്ലെയർ സ്വാഭാവികം ചിലപ്പം അധികം 113 കൊടുക്കാം. അപ്പോൾ അതിലെന്തോ എനിക്ക് ബെസ്റ്റായി തോന്നിയത് ചെലേനിയാണ്. ചെലേനിക്ക് 113 കൊടുക്കാം. ചെലേനിൻ്റെ കാർഡ് നമുക്ക് 70 നേരത്തെ പറഞ്ഞ ടൊട്ടിയിൽ പറഞ്ഞ പോലത്തെ പെർസെൻറ്റേജ് കൊടുക്കാനുള്ളൂ. ചില പെർസെൻറ്റ് എങ്ങനെയാണ് ആദ്യം പറയാണ്. അതിന് നമുക്ക് അടുത്തുള്ള നോക്കാം. പിന്നെ 112 റൈറ്റ് മിഡ്ഫീൽഡർ അൽ ഒവൈറൻ, സൗദി അറേബ്യൻ്റെ പ്ലെയർ, ഹീറോയിസ് കാർഡാണ്. അപ്പോൾ ഈ കാർഡ് നമുക്ക് 111 വിചാരിക്കാം. ചിലപ്പോൾ 112 തന്നെ, 111 വരാൻ സാധ്യത 112 തന്നെ ആയിരിക്കും മിക്കവാറും. കാരണം അൽ ഒവൈറൻ ഒരു സൂപ്പർ പ്ലെയറാണ്, ബെസ്റ്റ് ഹീറോ പ്ലെയർ. ഞാൻ 113 പ്രതീക്ഷിക്കേണ്ടത്. 113 പ്രതീക്ഷിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇതൊരു 113 വരാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച ഒരാൾ 112 ആവും. അങ്ങനെ വരാൻ സാധിക്കും. ചിലപ്പോൾ ഇനി ഇവിടെ 113 ആകാം. അധികം സാധ്യത അനുസരിച്ച് അങ്ങനെ വരില്ല എന്നാണ് എൻ്റെ ഇത്. പിന്നെ നമുക്ക് നോക്കാം 113 CDM റൈസിൻ്റെ CDM കാർഡാണ് വരുന്നത്. ഇത് നല്ല കാര്യം. ഈ CDM കാർഡ് ചിലപ്പോൾ CMൽ നിൽക്കാൻ വേണ്ട ഒരു കാർഡായിരിക്കും. റൈസിൻ്റെ CM കാർഡാണ് അധികം FC വന്നിട്ടുള്ളത്. ഇപ്പോൾ CDM കാർഡാണ് റൈസിൻ്റെ വന്നിട്ടുള്ളത്. ആർസണലിലത്തെ നല്ലൊരു കാർഡാണ് എൻ്റെ രീതിയിൽ. 113 ചിലപ്പോൾ 112 ആകാം. CDM കാർഡ് തന്നെ ആയിരിക്കും വരിക. ഇതിന് 111 ആകാം. നമുക്ക് ഇനി അടുത്ത പ്ലെയർ നോക്കാം. പിന്നെ വരുന്ന പ്ലെയർ 103 SG ഇസാക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇത് 70% മുതൽ 50% 70% വരെയുള്ളതാണ്. 112 ഇസാക്ക് നേരത്തെ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 112 ഇസാക്കാണ് അധികം സാധ്യത. 113 ചിലപ്പോൾ വരികയുള്ളൂ എന്ന്. അപ്പോൾ അതിൽ പെട്ടതാണ് 50% മുതൽ 70% വരെയുള്ളതാണിത്. അപ്പം ഇസാക്ക് നമുക്ക് അത്ര 113 പ്രതീക്ഷിക്കേണ്ട. എന്നാലും 50 മുതൽ 70 വരെ % നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇതുള്ളതാണ് 112 CB എഡർ മിലിറ്റാവോ. ഇത് വരുമെന്ന് എനിക്ക് അധികം ഉറപ്പുണ്ടോ. എന്നാലും അങ്ങനെ ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം എഡർ മിലിറ്റാവിൻ്റെ കാർഡ് ഈ വീക്കിൽ വരാൻ സാധ്യത എനിക്ക് അത്ര തോന്നുന്നില്ല. വരികയാണെങ്കിൽ 112 വരിക. 50% 70% വരെ നമുക്ക് കൊടുക്കാം. 112 തന്നെ വരിക. ഇനി അതോ കുറഞ്ഞ 111 അല്ലെങ്കിൽ 110. ഈ 3 ഇതായിരിക്കും വരാൻ സാധ്യത. 113 വരാൻ അത്ര ഇതില്ല. ഇതിൽ അത്ര സാധ്യത ഇല്ല. 112 എയർമെൻറ്റാണ്ട് കുറേ ഇതുണ്ടാവും. പേസും മറ്റേ എന്താ പറയുക ഡിഫൻസിങ്ങും നല്ല ഒക്കെ എല്ലാത്തിനും നല്ല കൂടുതലായിരിക്കും. പിന്നെ നമുക്ക് നോക്കാം 112 റൈറ്റിംഗ് ഓലിസ. ഇത് നമുക്ക് കൂടുതൽ പ്രതീക്ഷ. ഇത് 70 മുതൽ 90% വരെ ഓലിസൻ്റെ കാർഡ് വരുന്നത് പ്രതീക്ഷിക്കാം. നമുക്ക് 112 ചിലപ്പോൾ 113 വരാം, ചിലപ്പോൾ 111 വരാം. ഈ 3 എന്തായാലും ഓലിസൻ്റെ കാർഡ് വരും. അല്ലെങ്കിൽ 110 വരാം. 4 ഇതിലായിരിക്കും ഓലിസൻ്റെ കാർഡ് വരിക. 112 അധികം സാധ്യത. ഓലിസൻ്റെ കാർഡ് വരാൻ സാധ്യത ഏറ്റവും കൂടുതലാണ് വൈമുണിക്കിൻ്റെ. പിന്നെ അടുത്ത് നോക്കാം. അടുത്തും 110 എല്ലാം അൽജാൻഡ്രോ ഗർനാച്ചോ ആണ്. അപ്പോൾ 110 എല്ലാം അൽജാൻഡ്രോ ഗർനാച്ചോ പ്രതീക്ഷ കുറേ 111 112 പ്രതീക്ഷിക്കാം. ഗർനാച്ചോൻ്റെ ആദ്യത്തെ ചെൽസി കാർഡും കൂടിയാണ്. ഞാൻ പറഞ്ഞിരുന്നു വീഡിയോ നോക്കുമ്പോൾ അധികം ഞാൻ പറഞ്ഞിരുന്നു കുറേ പ്ലേയേഴ്സ് ഓരോ പുതിയ ക്ലബ്ബത്തെ ഓരോ കാർഡ് വരുന്നുണ്ട്. നല്ല റൈറ്റിംഗ് കൊടുത്തു. അതേപോലെ നല്ല 110 എനിക്കൊന്നുകൂടി ഏറി നിങ്ങൾ കൂടുന്ന സാധ്യത കൂടുതലുണ്ട്. കാരണം നല്ല റൈറ്റിംഗ് കൊടുക്കും. മിക്കവാറും ഒരു പുതിയ ക്ലബ്ബിൽ നിന്ന് വരുമ്പോൾ അതിൽ നല്ല ഫോമിലുമാണ്. അപ്പോൾ മിക്കവാറും കൊടുക്കും.
അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 110 റൈറ്റിംഗ് മസ്റ്റർഡോണോ ആണ്. മസ്റ്റർഡോണോ അർജന്റീനൻ പ്ലെയറാണ്. റയൽ മാഡ്രിഡിലാണ് ഇപ്പോൾ കളിക്കുന്നത്. സൂപ്പർ പ്ലെയറാണ്. എംബാപ്പേൻ്റെ കൂടെ നല്ല പാസിങ് കൊടുക്കുന്നത്. നമ്മൾ കുറേ കളി നല്ല പ്ലെയർ തന്നെയാണ് മസ്റ്റർഡോണോ. പിന്നെ അടുത്തത് 110 ലെഫ്റ്റ് വിങ് ഗോർഡൻ നോക്കാം. ഗോർഡൻ ന്യൂകാസ്റ്റൽ ക്യാപ്റ്റൻ ആയതുകൊണ്ട് 110 ഉള്ളത് എൻ്റെ രീതിയിൽ നല്ല കളി ഇപ്പോൾ കളിക്കുന്നത് ലെഫ്റ്റ് വിങ് പൊസിഷനിൽ. 111 നമുക്ക് പ്രതീക്ഷ. ചെറുതായിട്ടാണ് അത്ര കുറേ കളി. ഇതന്നെ ഈ കാർഡ് വരുമെന്ന് തന്നെ സാധ്യത കുറവാണ്. വന്നാലും ഞാൻ പറഞ്ഞ അധികം അങ്ങനെ വന്നാൽ സാധ്യത ഉള്ളത് 111 എന്നാൽ ചിലപ്പോൾ 110 ഇരുപത് വന്നാൽ. അപ്പോൾ ഇതാണ് നമ്മൾ അധികം ഉറപ്പായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് കോൺമബിൾ റൈപ്റ്റേഴ്സിൻ്റെ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന കാർഡ്സാണ്. ഇതിൽ ചിലവരുടെ ഷാർട്സ് നമുക്ക് വന്നാൽ അധികം ഷാർട്സ് നമുക്ക് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പം വരാൻ പ്ലേയേഴ്സിന് നമുക്ക് അതിൽ നിന്ന് കാണിച്ചു തരാം. ആദ്യം 113 എസ് റൊണാൾഡോൻ്റെ സാരിയോ ഞാൻ പറഞ്ഞു. ഒന്നെങ്കിൽ റൊണാൾഡോ സാരിയോ മറ്റേ ഇവൻറ്റിൽ വരാതിരിക്കും, ഈ ഇവൻറ്റിൽ വരും. അല്ലെങ്കിൽ റൊണാൾഡോൻ്റെ സാരിയോ 2 ഇവൻറ്റിലും വരും. ഈ ഇവൻറ്റിൽ വന്നാലും ആ ഇവൻറ്റിൽ വന്നാലും വരാൻ പോകുന്നത് ഒന്നെങ്കിൽ അത് 2 ഇവൻറ്റ് വന്നാൽ ഒരു ഇവൻറ്റിൽ 113, ഒരു ഇവൻറ്റിൽ 113 കുറവ് 112, 111, 110 കൊടുക്കും. ഇനി ചിലപ്പോൾ 2 ഇവൻറ്റിൽ 113 കൊടുക്കും. സാധ്യതകൾ എനിക്കനുസരിച്ച് ഇതിൽ റൊണാൾഡോ സാരി 113 കൊടുക്കും. ഒന്നിൽ വരാണെങ്കിൽ 113 കൊടുക്കും. രണ്ടാമത്തെ വരികയാണെങ്കിൽ ഒന്നിന് 113, 110, 111 ആയിക്കാണ്ട് ഒന്നിന് കൊടുക്കും. ഇങ്ങനെയാണ് എനിക്ക് അധികം സാധ്യത തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പ്ലേയേഴ്സ് നോക്കാം. ഇത് മറ്റേതും ഇതും കൂടി ഇതായിക്കാണ്ട് കാര്യം പ്രഡിക്ഷൻ വരിക. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇത് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം 113 എൽ ബി മാസ്റ്റർ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നു 112 എൽ ബി മാർസലോനെ കാണിച്ചിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മുഴുവൻ മാർസലോ ഞാൻ പറഞ്ഞ് ചിലപ്പോൾ മാർസലോ അതിലും വരാം ഇതിലും വരാം. മാർസലോ ഒരു നല്ല കാർഡാണ്. രണ്ടിലും ചിലപ്പോൾ വന്നാലും ഞാൻ നേരത്തെ റൊണാൾഡോ സാരിയോട് പറഞ്ഞ പോലെ തന്നെ ആയിരിക്കും മാർസലോൻ്റെ വരാൻ സാധ്യത. അപ്പോൾ മാർസലോൻ്റെ റൊണാൾഡോ സാരിനും നമുക്ക് കാത്തിരുന്ന് കാണാം. വീക്ക് 4 എങ്ങനെയാണ് അവരെ FC ഇറക്കാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഈ ഇത് കൂടി ഒപ്പം വരുമ്പോൾ രണ്ടിൽ കുറേ പ്ലേയേഴ്സ് ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇറക്കുമോ എന്ന് നമുക്ക് അത്ര തോന്നുന്നത് ഞാൻ നോക്കാൻ പറ്റും. പിന്നെ 113 SC പെല ഇത് വരുമ്പോൾ നിങ്ങൾക്ക് 99% കൊടുക്കുക. ഇത് വരും നിങ്ങൾക്ക് 99% കൊടുക്കുക. ബിക്കോസ് പെലൻ്റെ ഒരു കാർഡ് നല്ലൊരു കാർഡ്. 113 കാർഡ് പെലൻ്റെ വന്നിട്ടില്ല. 111 വരുന്നുള്ളൂ. 113 കാർഡ് ആദ്യത്തെ പെലൻ്റെ ഒരു കാർഡ് കൂടി വരികയാണ്. 113 കാർഡ് വന്നു അത് പാക്കിലൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് 113 കാർഡ് പെലൻ്റെ വരും. അതൊരു നല്ലൊരിതാണ്. പെലൻ്റാണ് മെയിൻ എൻ്റെ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 113 CDM ഡുങ്ക ഇത് വരും. ഇതും 99% നമുക്ക് ഉറപ്പിക്കാം. ഐക്കോണിക് ബ്രസീലിൻ്റെ അവിടെ പെലൻ്റും പിന്നെ 112 റൈറ്റിംഗ് ജർസിനോ ഇതും ഞാൻ അതിനകത്ത് പറഞ്ഞാൽ 99%. ഇത് 113 വരാം. അത് വേറൊരു കാര്യമാണ്. 113 ഇത് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 112 ക്യാം സീക്കോ ഇതും 99%. കാരണം ഇവർ 4 പേരും നമ്മൾ അധികം കോൺഫിഡൻസിൻ്റെ ഇവൻറ്റിൽ കാണാറുള്ള പ്ലേയേഴ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ 99%. ഈ സീക്കോ 112 വരും. ചിലപ്പോൾ 113 വന്നു. ഇതിൽ സീക്കോ 113 എന്നാൽ ഞാൻ നേരത്തെ കളിച്ചിരുന്ന ജർസിന് 112 ആയിരിക്കും. ജർസിന് 112 എന്നാൽ സീക്കോ ചിലപ്പോൾ 113 ആയിരിക്കും. ചിലപ്പോൾ ഇവർ രണ്ടാളും 112 ഉണ്ടാവും. ചിലപ്പോൾ രണ്ടാളും സാധ്യതകൾ കുറവാണ്. രണ്ടാളും 113 ഒപ്പാവാൻ നോക്കാം. പിന്നെ 113 ക്യാം റിക്കോൾമി 112 ആയിരിക്കും വരിക. ഈ റിക്കോൾമി നമുക്ക് 99% റിക്കോൾമിക്കും കൊടുക്കാം. ബിക്കോസ് റിക്കോൾമി നമുക്ക് അധികം ഉറപ്പായ പ്ലെയറാണ്. ഇവരൊക്കെ അധികം കോൺഫിഡൻസ് ഇവനിൽ വരുന്ന പ്ലേയേഴ്സാണ്. കാര്യം 2 രീതിയിലും അധികം വരുന്ന പ്ലേയേഴ്സ് ഇവരാണ്. പിന്നെ നമുക്ക് നോക്കാം 112 CM വെരോൺ അർജന്റീന പ്ലെയർ ഒരു നല്ലൊരു കാർഡാണ്. നമുക്ക് 111 പ്രതീക്ഷിക്കാം. 110 പ്രതീക്ഷിക്കാം. ഈ കാർഡ് 99% തന്നെ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയ ചാനൽ തുടങ്ങിയതാണ്. അപ്പം നമ്മൾ ഈ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ ഇനിയും പ്രഡിക്ഷൻ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ നമുക്ക് ഇതേപോലത്തെ പ്രഡിക്ഷൻ വീഡിയോ നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.